so welcome back to our new vlog. So ഇന്നത്തെ വിശേഷം എന്താണ് പ്രീതി? ഇന്നത്തെ വിശേഷം is Malaysian visa. Yes, മലേഷ്യൻ വിസ എന്ന് പറയുമ്പോൾ പലതരം ഇപ്പം വിസ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ മലേഷ്യയിൽ വേറെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ മതിയെന്ന് വിചാരിച്ചു പോകുന്നവരുണ്ടാവാം. പക്ഷെ അല്ല, നിങ്ങൾക്ക് തെറ്റി. എന്താണ് കാരണം? മലേഷ്യയില് ആക്ച്വലി വിസ ഫ്രീ ആണ്. ലൈക്ക് അപ്പം നമ്മൾ തായ്ലൻഡിൽ പോകുന്ന പോലെ അല്ല. മലേഷ്യയിൽ വിസ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കൺട്രീസിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ തായ്ലാൻഡിൽ വിസ ഓൺ അറൈവൽ ആണ്. സോ വിസ ഫ്രീ ആണെങ്കിൽ തന്നെ വിസ ഓൺ അറൈവൽ ആണ് അല്ലേ? സോ അങ്ങനെയാണ്. പക്ഷെ മലേഷ്യയില് വിസ ഫ്രീ എന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിൽ തിരിച്ചു വരേണ്ട അവസ്ഥ വരാം. നമ്മൾ ആ ഫ്ലൈറ്റ് ടിക്കറ്റ്സും, ബിക്കോസ് നമ്മൾ മലേഷ്യയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ്സ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഇതെല്ലാം നമ്മൾ എടുത്തു വെക്കണം. സോ അപ്പം അതെല്ലാം വേസ്റ്റ് ആവും നമ്മളിങ്ങനെ ഈ ഒരു ഒറ്റ കാര്യം ചെയ്തില്ലെങ്കിൽ. അതെന്താന്ന് വെച്ചാൽ MDAC ഫോം, അതായത് മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ്. അപ്പം ഇത് നിങ്ങൾ ഓൺലൈനിൽ ഫോം എല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇനി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 3 days പ്രയർ ആയിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം. ഇത് 3 days പ്രയർ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓൺലൈനിൽ ഒരു മാർക്കിംഗ് ഉണ്ട് ഈ കറക്റ്റ് 3 days. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചില ആൾക്കാർ പാക്കേജിലായിരിക്കും പോകുന്നത്. സോ അവർ ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല. കാരണം പാക്കേജ് ആരാണ് ഇതെല്ലാം ചെയ്തില്ല. പക്ഷെ നമ്മൾ അല്ലാണ്ട് പാക്കേജ് അല്ലാണ്ട് ട്രാവൽ ചെയ്യുന്നവര് ചിലപ്പം ഇത് അറിയില്ല, വിസ ഫ്രീ അല്ലേ വിചാരിച്ചിട്ട് അതങ്ങ് വിടും. പക്ഷെ അതെ, ഞങ്ങൾ ട്രാവൽ ചെയ്ത സമയത്ത് ഒത്തിരി ഫോറിനേഴ്സ് ഇതേപോലെ അവിടെ പോയിട്ട് സ്റ്റക്കായി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. തിരിച്ചു പോകേണ്ടി വന്നു. ബിക്കോസ് അവര് അകത്തേക്ക് കയറ്റത്തില്ല. അവര് അത് ഇമിഗ്രേഷനിൽ സ്റ്റോപ്പ് ചെയ്യും. വി ഹാവ് ടു ഗോ ബാക്ക്. വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്ത കാര്യമാണ് ഈ MDAC ഫോം ഫില്ല് ചെയ്യാൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. ഒരു ഫോണോ ലാപ്ടോപ്പോ ഉള്ളവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ MDAC ഫോം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും, ഇപ്പം സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അപ്പം സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ പെനാങ്ങിൽ പോകണം അല്ലെങ്കിൽ ലങ്കാവിയിൽ പോകണം. അപ്പൊ സോ നിങ്ങൾ ഫ്ലൈറ്റ് ചിലപ്പം അങ്ങനെ ആയിരിക്കും എടുക്കുക. ഫ്രം ലൈക്ക് കേരളത്തിൽ നിന്ന് നമ്മൾ ഏത് എയർപോർട്ടിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നത്, കൊച്ചി ആണെങ്കിൽ കൊച്ചി, ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം ടു ലങ്കാവി എയർപോർട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രീ വിസയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്ക് കോലലംപൂരിൽ മാത്രമാണ് ഫ്രീ വിസ ഇതാക്കുന്നത്. അപ്പൊ നിങ്ങൾ കോലലംപൂർ എയർപോർട്ടിൽ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ വിസയുടെ ഒരു ഇത് കിട്ടുള്ളൂ. അതെ, 30 days ഒരു ഫ്രീ വിസ. അത് ഈ MDAC ഫോം, അതാണ് മെയിൻ ആയിട്ട് ഉള്ള ഒരു ഇത്. അത് അവിടെ അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും. വേറെ ഒരു കാര്യം ഇമിഗ്രേഷനിൽ അവർ നമ്മുടെ എത്ര ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നോ ഒത്തിരി പേര് അങ്ങനെ പറയുന്നു. ചിലവര് ബുക്കിംഗ് ചോദിക്കും, ഇന്ന ദിവസമാണ് എന്താണ് റിട്ടേൺ വരുന്നതെന്ന് ചോദിക്കും. റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ അതൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് MDAC ഫോം അത് അവര് ഡെഫിനറ്റ്ലി ചോദിക്കും. ഇത് ആക്ച്വലി MDAC ഫോം നിങ്ങൾ എന്തായാലും ചെയ്യണം. പക്ഷെ അവിടെ ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടു, അവരൊരു സ്കാനിങ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ സ്കാൻ ചെയ്തിട്ട് അവിടെ പെട്ടെന്ന് ചെയ്യാൻ പറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ വെറുതെ റിസ്ക് എടുക്കണ്ട. ചിലപ്പോൾ നമ്മൾ കണ്ട ആൾക്കാരായിരിക്കില്ല ഇനി അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് വാലിഡിറ്റി. നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡിറ്റി 6 months കൂടുതൽ വേണം കേട്ടോ. എങ്കിൽ കുറവാണെങ്കിലും അങ്ങനെയും ഒത്തിരി പേർക്ക് ഇങ്ങനത്തെ വിഷയം വന്നിട്ടുണ്ട്. അവരെല്ലാരും പോയിട്ട് റിട്ടേൺ വന്നിട്ടുണ്ട്. സോ ഈ 2 കാര്യങ്ങൾ ഇത് തായ്ലൻഡിലും ഇങ്ങനെ തന്നെയായിരുന്നു. പാസ്പോർട്ട് വാലിഡിറ്റി നിങ്ങൾ എവിടെ ട്രാവൽ ചെയ്താലും നിങ്ങൾക്ക് ഒരു 6 months എങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് പുതുക്കുക. പിന്നെ ഈ MDAC ഫോമിന്റെ കാര്യം ആക്ച്വലി നമ്മൾ എവിടെ നിന്നാണ്, ഇപ്പൊ കൊച്ചിയിൽ നിന്നാണ് പോകുന്നെങ്കിലും ട്രിവാൻഡ്രത്താണ് പോകുന്നെങ്കിലും അവിടെ ഒന്നും ഇത് ചോദിക്കില്ല കേട്ടോ. അവര് പറയും ഫ്രീ വിസ അല്ലേന്ന്. പക്ഷെ ചോദിക്കുന്നത് നമ്മൾ അവിടെ ഇറങ്ങുമ്പോഴായിരിക്കും, മലേഷ്യയിലായിരിക്കും ചോദിക്കുന്നത്. അവിടെ ഇത് എന്തായാലും നിർബന്ധം. നമ്മള് നാട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ ചോദിക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, പിന്നെ ബുക്കിംഗ്സ്, നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്സ് ആയിരിക്കും മെയിൻലി അവർ ചോദിക്കുന്നത്. അല്ലാതെ നമ്മുടെ MDAC ഫോമിന്റെ കാര്യമൊന്നും അവർ ചോദിക്കത്തില്ല. ഇൻഷുറൻസിന്റെ ഒന്നും ചോദിക്കില്ല. പക്ഷെ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് അത്യാവശ്യം നല്ലതാണ്. ഇപ്പൊ നമ്മള് എല്ലാ ട്രിപ്സിനും നമുക്ക് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോയത്. നമ്മൾ പോളിസി ബസാറിലായിരുന്നു നമ്മുടെ ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ ഈസി പ്രൊസീജിയർ ആണ്. പിന്നെ ഓൾസോ ലൈക്ക് അത്ര കോസ്റ്റ്ലിയും അല്ല ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. ബിക്കോസ് വി ഡോണ്ട് നോ, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ഒന്നും
പ്രൊഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാലമാണ്. കാലം എന്നല്ല, നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിന്റെ കാര്യം നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണം. ജസ്റ്റ് ഒരു ഇച്ചിരി പൈസ കൊടുത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അപ്പൊ നമുക്ക് മലേഷ്യയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ NDAC ഫോം. കൂടാതെ ലൈക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അത് അറിയാലോ, അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, പിന്നെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്സ്, പിന്നെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിസ് NDAC ഫോം. വേറെ ലൈക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ, സിം കാർഡ് എടുക്കുക, അങ്ങനത്തെ ഉള്ള, ദാറ്റ്സ് നോട്ട് ലൈക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിം എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം, അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാന്നുള്ളതാണ്. സോ ഈ NDAC ഫോമിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ഡു വാച്ച്. ഫസ്റ്റ് തന്നെ MDAC ഫോം എന്ന് നിങ്ങൾ സെർച്ച് എഞ്ചിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് കാണാം. ഇത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലേഷ്യയുടെ ഒഫീഷ്യൽ പോർട്ടലാണ്. താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ കാണുന്ന QR കോഡ് നിങ്ങൾ ഫോണിലാണെങ്കിൽ സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതാണ് അനൗൺസ്മെന്റ്. ഇതിനകത്ത് ഹൗ ടു രജിസ്റ്റർ എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കിയതിനു ശേഷം ഒന്നുകൂടി പ്രൊസീഡ് ചെയ്യാന്നുള്ളതാണ്. ഇനി രജിസ്ട്രേഷൻ ഫോം അപ്പിയർ ആയില്ല എന്നുണ്ടെങ്കിൽ മുകളിലുള്ള രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആസ് പെർ പാസ്പോർട്ട് എല്ലാം കറക്റ്റ് ആയി തന്നെ എൻ്റർ ചെയ്യുക. അതേപോലെ ട്രാവൽ ഇൻഫർമേഷനും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ എൻ്റർ ചെയ്യുന്നതെല്ലാം ഫേക്ക് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത് കേട്ടോ. കറക്റ്റ് നിങ്ങളുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് എല്ലാം ഉള്ളത് അതേപോലെ തന്നെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇതാണ് ട്രാവൽ ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തതിൻ്റെ താഴെ തന്നെയാണ് ട്രാവൽ ഇൻഫർമേഷൻ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡേറ്റ് ഓഫ് അറൈവൽ ഇവിടെ നമുക്ക് കാണാം. 3 ഡേറ്റ്സ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനിത് എൻ്റർ ചെയ്യുന്നത് 21 സെപ്റ്റംബറിനാണ്. അപ്പോൾ 21, 22, 23 ഈ 3 ഡേറ്റ്സ് ആണ് നമുക്കതിൽ അവൈലബിൾ ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ എക്സാക്ട്ലി നിങ്ങൾ 3 ഡേയ്സിന് മുമ്പ് തന്നെ, കറക്റ്റ് 3 ഡേയ്സ് ഉള്ളപ്പോൾ തന്നെ ഈ ഫോം ഫില്ല് ചെയ്യാം. അഡ്രസ് ഇൻ മലേഷ്യ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ തന്നെ അഡ്രസ് ആണ് കേട്ടോ ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ഹോട്ടൽസ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ആദ്യം ഏത് ഹോട്ടലിലാണോ താമസിക്കുന്നത് അതിന്റെ അഡ്രസ് ആണ് ഈ ഒരു ഭാഗത്ത് ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ അഡ്രസ്സിന്റെ കൂടെ തന്നെ നമുക്കൊരു പോസ്റ്റ് കോഡും കൂടി ഉണ്ടാവും. ഒരു 5 ഡിജിറ്റ് നമ്പർ ആയിരിക്കും ആ ഒരു കോഡ് വരുന്നത്. അതാണ് നമ്മുടെ താഴെ ആ സ്റ്റേറ്റിന്റെ താഴെ നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു 5 ഡിജിറ്റ് നമ്പർ ആണ്.
സബ്മിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പേജ് ആയിരിക്കും അപ്പിയർ ആവുന്നത്. അപ്പം നമ്മുടെ എല്ലാ ഇൻഫർമേഷനും അവർ നമ്മുടെ ഇമെയിലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇമെയിൽ നമ്മൾ താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു പിന്ന് നമുക്ക് കാണാം. ഒരു ക്യാപ്ച പോലത്തെ ഒരു പിന്നാണ്. ഈ പിന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ PDF ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ചെക്ക് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ പാസ്പോർട്ട് നമ്പർ, നാഷണാലിറ്റി ആൻഡ് പിൻ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കെയർഫുള്ളി എൻ്റർ ചെയ്യുക. ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ ഒരു നമ്പറോ എന്താണെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ക്യാപ്ച അല്ലെങ്കിൽ ആ പിന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡിന്റെ ഒരു PDF. ഇത് നമുക്ക് ഫോണിലാണെങ്കിൽ ഫോണിൽ സൂക്ഷിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് PDF പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വേണമെങ്കിലും വെക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മലേഷ്യ ട്രിപ്പിൽ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇതെല്ലാം നിങ്ങൾ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി MDSC ഫോം. അപ്പൊ നിങ്ങൾ എന്താ പറയാ, ഇങ്ങനെ വേറെ ട്രാവൽ ഏജൻസീസിനെ ഒന്നും എന്താ പറയാ നിങ്ങൾ പോയി കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മലേഷ്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ എവിടെ ട്രാവൽ ചെയ്യാനാണെങ്കിലും ഞാൻ മലേഷ്യന്റെ കാര്യം എടുത്തു പറയാൻ കാരണം മലേഷ്യയിൽ ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്, ഒത്തിരി, അതായത് നമ്മുടെ ഗ്രാബ് ഡ്രൈവേഴ്സ് പോലും ഒത്തിരി പേര് മലയാളം വരെ അവർക്ക് അറിയാം, തമിലിയൻസ് ആണ്. അപ്പം പിന്നെ ലൈക്ക് ഒരുപാട് അല്ലെ ഷോപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെരി വെരി ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് മലേഷ്യ പോലെ എല്ലാ കൺട്രിയിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച എല്ലാ കൺട്രിയിലും ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റിയ കൺട്രിയാണ് ഈ മലേഷ്യ, തായ്ലാൻഡ്. നമ്മുടെ നിയറസ്റ്റ് പ്ലേസസ് ആണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് എന്താ നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വെരി ഈസി. ആ പ്രൊസീജിയർ ഇപ്പം നിങ്ങൾ കണ്ടതാണ്. ഇറ്റ്സ് ദാറ്റ് ഈസി ഗൈസ്. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുക. ഇനിയും അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ. സോ ബൈ.